എറണാകുളം ജില്ലയിലെ പെരുമ്പാവൂർ പട്ടണത്തെ സാമ്പത്തികമായി വളരെ ഭദ്രതയോടുകൂടെ പിടിച്ചു നിർത്തുന്ന ഒരു മേഖലയാണ് കൺസ്ട്രക്ഷൻ മേഖല. നമുക്കറിയാം, ഏതാനും മാസങ്ങളോളമായിട്ട് ഈ മേഖല തച്ചു തകർന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് കാരണം SIR-മായി ബന്ധപ്പെട്ട് അന്യ സംസ്ഥാന തൊഴിലാളികൾ അവരുടെ പെരുന്നാളുമായി ബന്ധപ്പെട്ട് അവരുടെ നാട്ടിലോട്ട് കയറിപ്പോയ ആ സ്ഥിതി മുതലെടുത്തുകൊണ്ട് നാട്ടിലുള്ള തൊഴിലാളികൾ അവർ ആ സമയം കൊണ്ട് മയക്കുമരുന്ന് വിപണന രംഗങ്ങളിലേക്ക് സജീവമായി ഇറങ്ങുകയും ആഴ്ചയിൽ 2-3 ദിവസങ്ങൾ അവർ കൺസ്ട്രക്ഷൻ മേഖലയിൽ ജോലിക്കായി എത്തുകയും അന്യായമായ കൂലി വർധന ചോദിക്കുകയും ചെയ്തുകൊണ്ട് ഈ മേഖലയെ സ്തംഭിപ്പിച്ചിരിക്കുകയാണ്. അതിനെതിരെയായി പെരുമ്പാവൂർ മേഖല കേന്ദ്രീകരിച്ചുകൊണ്ട് ഏകദേശം 300ഓളം വരുന്ന കോൺട്രാക്ടേഴ്സ് ഒരുമിച്ച് കൂടിക്കൊണ്ട് ഒരു വലിയൊരു കൂട്ടായ്മയുടെ ഒരു അസോസിയേഷന് രൂപം കൊടുത്തിരിക്കുകയാണ്. ഇന്ന് അസോസിയേഷന്റെ പ്രഥമ യോഗമാണ് ഈ ഫ്ലോറ റെസിഡൻസിയിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ കോൺട്രാക്ടേഴ്സ് നേരിടുന്ന സമകാലിക വിഷയങ്ങളിൽ രംഗത്ത് ഇറങ്ങാനും മറ്റുള്ള മയക്കുമരുന്ന് ലോബികളെ നമ്മുടെ തൊഴിൽ മേഖലകളിൽ നിന്ന് മാറ്റി നിർത്താനും വേണ്ടി കൂടുതൽ ഊന്നൽ നൽകിക്കൊണ്ടുള്ള ഈ പങ്കാളിത്തത്തിൽ മുഴുവൻ പൊതുജനങ്ങളുടെയും സജീവമായ പങ്കാളിത്തം ഞങ്ങൾ ആഗ്രഹിക്കുകയാണ്. ബഹുമാന്യനായ MLA നേരിൽ കണ്ട് ഞങ്ങൾ നിവേദനം സമർപ്പിക്കുകയും MLA-യുടെ നിർദ്ദേശപ്രകാരം പോലീസ്, ലേബർ ഓഫീസേഴ്സ്, മറ്റ് പഞ്ചായത്ത്, മുനിസിപ്പൽ അധികാരികൾ ഇവർക്കെല്ലാം നമ്മൾ നിവേദനം കൊടുക്കുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഒരു പ്രചരണ വാഹനത്തോടുകൂടി ഈ കൂലി ഏകീകരണത്തെക്കുറിച്ച് പൊതുജനങ്ങളെ അറിയിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. നിർണായകമായ ഒരു യോഗമാണ് ഇന്ന് നടക്കുന്നത്. അപ്പോൾ ഇനിയുള്ള ഈ സമയം കൺസ്ട്രക്ഷൻ മേഖലയുടെ തകർച്ച രക്ഷിക്കാൻ വേണ്ടി ഒരു കൂട്ടായ തീരുമാനമെടുക്കാനും പെരുമ്പാവൂരിൽ നടക്കുന്ന ഈ മയക്കുമരുന്നിൻ്റെ ഇതിൽ ഞങ്ങളെ കൊണ്ട് കഴിയാവുന്ന ഒരു സഹായം കൂടി ഈ ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർക്കും അല്ലെങ്കിൽ പോലീസുകാർക്കും എക്സൈസും തരുവാനും ഞങ്ങൾ ഉദ്ദേശിച്ചിട്ടുണ്ട്. ഏതായാലും ഈ കാര്യങ്ങളെല്ലാം സുഗമമായി നടക്കാൻ വേണ്ടി നിങ്ങളെല്ലാവരുടെയും അകമഴിഞ്ഞ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് മാത്രമാണ് ഈ കാര്യത്തിൽ എനിക്ക് പറയാനുള്ളത്. ഇതുപോലൊരു സാഹചര്യത്തിൽ നമ്മൾ കഴിഞ്ഞ ഞായറാഴ്ച ഫ്ലോറ റെസിഡൻസിയിൽ കൂടിയതിന്റെ വെളിച്ചത്തില് നമ്മുടെ അതിഥി തൊഴിലാളികളുടെ കൂലി വർധനയെ സംബന്ധിച്ച് സംസാരിക്കുകയും അതിനനുസരിച്ച് ഒരു കൂലി ഏകോപനം വരുത്താൻ വേണ്ടി നമ്മൾ തീരുമാനമെടുക്കുകയുണ്ടായി. നമ്മൾ കുറച്ച് ദിവസം കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് നമ്മുടെ ഈ പെരുമ്പാവൂർ തോടിലെ ഒരു ഇത് കൂടാറുണ്ടായ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ എറണാകുളം ജില്ലാ കോൺട്രാക്ട് അസോസിയേഷൻ എന്ന് പറഞ്ഞ ഒരു കോൺട്രാക്ഷൻ രൂപീകരിക്കുകയും അവര് സ്ഥിരമായി നമ്മളുമായിട്ട് ബന്ധപ്പെട്ട് ഈ പെരുമ്പാവൂർ മേഖലയിൽ നിങ്ങളുടെ ഒരു ഉപഗ്രൂപ്പ് അല്ലെങ്കിൽ ഒരു ബ്രാഞ്ച് ഉണ്ടാക്കണമെന്ന് നമ്മളോട് നിർദ്ദേശിക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ കുറച്ച് പേരോടുകൂടി ആലോചിച്ചിട്ടാണ് പെട്ടെന്ന് കഴിഞ്ഞ ആഴ്ച ഒരു ദിവസം ഇതുപോലെ തന്നെ ഈ അസോസിയേഷന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട് ഈ ഫ്ലോറിഡയിൽ തന്നെ ഒരു യോഗം വിളിക്കാനായി. അപ്പൊ അതിന്റെ അകത്ത് ഏതാണ്ട് ഒരു 35ഓളം പേര് മാത്രമാണ് അന്ന് നമ്മൾ വന്നതിൽ പങ്കെടുത്തത്. അപ്പൊ ചെറിയൊരു സമയമായതുകൊണ്ട് തന്നെ വളരെ ചെറിയ ഒരു സംഖ്യ മാത്രം ആൾക്കാരുമാണ് അതിനുശേഷം നമ്മുടെ ഈ ഇതിന്റെ അകത്ത് അന്ന് ബന്ധപ്പെടാൻ കഴിഞ്ഞുള്ളൂ. ഇതുമായിട്ട് മുന്നോട്ട് പോയപ്പോൾ ഈ മേഖലയിലുള്ള പല പെരുമ്പാവൂരിന്റെ ഇതര പ്രദേശങ്ങളിലുള്ള പല മേഖലയിലുള്ള പല ആൾക്കാരും നമ്മളുമായി സ്ഥിരമായി ഫോണിൽ ബന്ധപ്പെടുകയും ഇത് ഞങ്ങളെ കൂടി ഉൾപ്പെടുത്തണം, ഇത് ഒരു വിപുലമാക്കണം എന്നുള്ളൊരു നിർദ്ദേശം വരികയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് അപ്പൊ ഏതാണ്ട് 200ഓളം മെമ്പർമാര് നമ്മുടെ കൂടെ ഇതുമായിട്ട് സഹകരിക്കാൻ തയ്യാറായി മുന്നോട്ട് വന്നിട്ടുണ്ട്. ഇതിന്റെ പശ്ചാത്തലം എന്താണെന്ന് വെച്ചാൽ ഇവിടെ സ്വാഗത പ്രസംഗം സൂചിപ്പിച്ച പ്രവൃത്തി മേഖലയെ സമീപിച്ചു. പരസ്പരം ഇനി എന്ത് ചെയ്യാം എന്നുള്ള ഒരു നിർദ്ദേശവും അങ്ങോട്ട് കൈകാര്യം ചെയ്തപ്പോഴാണ് നമ്മൾ കുറച്ച് തൊഴിലാളികൾ എവിടെന്നെങ്കിലും പിടിച്ചിട്ട് മാനേജ് ചെയ്ത് പോവാനുള്ള ധാരണയിൽ ടൗണുകളിലെല്ലാം വന്ന് തൊഴിലിന് പോകുന്ന ആൾക്കാരെ തയ്യാറാണ്. പക്ഷെ അമിതമായ കൂലി അത് അപകടമാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് നമുക്ക് കൂട്ടായ്മ ഉണ്ടാക്കുകയും അതിൽ എല്ലാവരെയും കണ്ണി ചേർത്തുകൊണ്ട് ഇതിൽ വിപുലമായ രീതിയിൽ നല്ലൊരു അമിതമായ കൂലി കൊടുത്തു ചെയ്താൽ നമുക്ക് നഷ്ടം വരികയും ഈ പ്രസ്ഥാനം നിന്നു പോവുകയും ചെയ്യുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മളുടെ ഇടയിലെല്ലാം വന്നുപെട്ടു.
അങ്ങനെയാണ് നമ്മൾ കൂട്ടമായി തീരുമാനമെടുത്തത്. ഒരു നിശ്ചിത കൂലി നമുക്ക് തീരുമാനിക്കണമെന്ന ഉദ്ദേശത്തോടെ തന്നെയാണ് നമ്മുടെ ഈ ലേബർ ഓഫീസറെ സമീപിക്കുകയും സർക്കാരിന്റെ അംഗീകരിച്ച കൂലി ഇത്രേ മാത്രമേ ഉള്ളൂ എന്നും ഇപ്പൊ നിങ്ങൾ തന്നെ അത് എല്ലാവരും എടുപ്പിച്ചുകൊണ്ട് നമ്മൾ അതിനുമായുള്ള ശ്രമങ്ങൾ നടത്തുകയും ഈ അതിഥിതൊഴിലാളികളുടെ അടുത്ത് പോയിട്ട് പണിക്ക് വിളിക്കാൻ വേണ്ടി വരുന്ന ആൾക്കാരെ അവിടെ ഇത്രയും കൂലി കൊടുക്കാവുന്ന നിർബന്ധമായിട്ട് പറഞ്ഞ് വിടുകയും ഇതുമായിട്ട് ബന്ധപ്പെട്ട ഏതാണ്ട് ഒരാഴ്ച കാലത്തോളം ഇതിന്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി കഠിനമായ രാവിലെ മുതൽ വൈകുന്നേരം വരെ ഇതിന്റെ പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് തന്നെ പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോ ഇതെല്ലാം ഈ മെമ്പർമാരെ ഒന്ന് അറിയിക്കുകയും ഇനി ഭാവിയിൽ നമുക്ക് ഇത് നല്ലൊരു കൂടുതൽ പ്രസംഗിക്കുന്നതിനൊക്കെ അപ്പുറം തന്നെ ഇതിനകത്ത് കൂടി എന്നേക്കാൾ നല്ല വിവരവും അല്ലെങ്കിൽ എന്നേക്കാൾ കൂടുതൽ ഈ സുവർണ പരിചയമുള്ള ദീർഘകാല പരിചയമുള്ള ഒരുപാട് സുഹൃത്തുക്കളെ ഈ മേഖലയിൽ ഉള്ളതുകൊണ്ടും എല്ലാവരുടെയും അഭിപ്രായങ്ങൾ കേട്ടുകൊണ്ട് എല്ലാവർക്കും നല്ല രീതിയിൽ ഇത് നമ്മുടെ ഈ കൂട്ടായ്മ അല്ലെങ്കിൽ ഈ അസോസിയേഷൻ മുന്നോട്ട് പോകണമെങ്കിൽ ഒത്തൊരുമയാണ് എല്ലാത്തിനും പവർ. അപ്പൊ അതുകൊണ്ട് എല്ലാവരും കൂട്ടിയേപ്പിച്ചിട്ട് നല്ല രീതിയിലൊരു സംഘടന പോലെ നമ്മുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാകാൻ വേണ്ടി എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയും വേണമെന്നാണ് എനിക്ക് ആദ്യമായി നിങ്ങളോട് അഭ്യർത്ഥിക്കാറുള്ളത്. ഇഷ്ടംപോലുണ്ട്. അപ്പൊ അവരുടെ എല്ലാവരും അനുഭവ സമ്പത്ത് പങ്കുവെക്കുകയും നല്ല രീതിയിൽ സുഗമമായി കൊണ്ടുപോകാൻ സഹകരിക്കുവാനും നമ്മളുടെ നല്ല നിർദ്ദേശങ്ങൾ സ്വീകരിക്കുവാനും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ എല്ലാം ഉത്തമമായ സഹായം നിങ്ങളിൽ ഉണ്ടാവണം. അതുപോലെ എന്നിലുണ്ട്. ആ ഉത്തരവാദിത്ത ബോധത്തോടു കൂടി തന്നെ ഇതിനെല്ലാ തരം സഹകരണത്തിൽ നിന്നും ഉണ്ടാവണം മാത്രം വെച്ചുകൊണ്ട് നിർത്തുന്നു. അടുത്തതായിട്ട് നമ്മുടെ കഴിഞ്ഞ കുറച്ച് പൈസകളൊക്കെ നമുക്ക് ചെലവായിട്ടുണ്ട്. അപ്പൊ അതിന്റെ കഴിഞ്ഞ ആഴ്ച ചെലവായ കാശിന്റെയും ഇതിനെ കുറിച്ചും ഇത് ആധികാരികമായ കുറച്ച് കാര്യങ്ങളെ കുറിച്ച് സംസാരിക്കുന്നതിന് വേണ്ടി നമ്മുടെ ഇതിന്റെ സെക്രട്ടറി റഷീദ് അവരോട് ക്ഷണിക്കുന്നു. ഇതിന്റെ ചർച്ച ചെയ്തതിനു ശേഷമുണ്ട്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കാം. അതിന്റെ യുക്തമായ നമുക്ക് ഭാഗമായ രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്ന രീതിയിലുള്ള ചർച്ചക്കാണ് കൂടുതൽ വഴിവെക്കുന്നത്. അതുമായിട്ട് നിങ്ങൾക്ക് ഈ അസോസിയേഷന്റെ പ്രസിഡന്റ് TV, എക്സിക്യൂട്ടീവ് മെമ്പർമാർ, ട്രഷറർ, അതേപോലെ തന്നെ അനവധി നിരാലംബരായ രോഗികൾക്ക് സ്വാതന്ത്ര്യമേകുന്ന നമ്മുടെ പ്രിയപ്പെട്ട ഫരീദ, എൻ്റെ മുൻദേശം 10 ദിവസത്തെ പ്രായമേ ഉള്ളൂ. 10 ദിവസം കൊണ്ട് നമ്മളുടെ വാട്സപ്പ് കൂട്ടായ്മയിൽ ഏകദേശം 270ഓളം മെമ്പർമാരായി. എറണാകുളം ജില്ലയിൽ പെരുമ്പാവൂർ പട്ടണം സാമ്പത്തികമായി വളർന്നിരിക്കുന്ന ഒരു പട്ടണമാണ്. റയോൺസ് ഉണ്ടായിരുന്ന കാലം മുതൽ തടി വ്യവസായം ഒന്നാമതായി തന്നെ നിൽക്കുന്ന നമ്മുടെ കൺസ്ട്രക്ഷൻ മേഖലയെല്ലാം കൊണ്ട് തന്നെ സാമ്പത്തികമായി എല്ലാ രീതിയിലും പിടിച്ചു നിർത്തുന്ന ഒരു മേഖലയാണ് കൺസ്ട്രക്ഷൻ മേഖല. നമുക്കറിയാം, കഴിഞ്ഞ കുറച്ച് മാസങ്ങളോളമായിട്ട് നമ്മുടെ മേഖല നേരെ കീഴോട്ടാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മളെല്ലാം വർക്കുകൾ എടുക്കുന്നുണ്ടെങ്കിൽ നമുക്ക് അതിൻ്റെതായ വേതനം ലഭിക്കുന്നില്ല. 1200ഉം 1300 നിലവിൽ ഇവിടെ പിടിച്ചു നിർത്തിപ്പെട്ടിട്ടുള്ളത്. ഒരു പ്രസംഗത്തെക്കാൾ ഉപരി നമുക്കിപ്പോൾ ആവശ്യമുള്ളത് എൻ്റെ മുൻപിലിരിക്കുന്ന ഈ പ്രഗത്ഭരായ ആളുകളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളുമാണ്. ഇതിന് ഊർജമേകിക്കൊണ്ട് ഒത്തിരി ആളുകൾ നമ്മളെ ഫോണിൽ വിളിച്ചിരുന്നു. എന്തായാലും ഈ വാട്സപ്പ് കൂട്ടായ്മ നമ്മൾ സത്യത്തിൽ പോഞ്ഞാശ്ശേരി മാത്രം കേന്ദ്രീകരിച്ച് അവിടുത്തെ കുറച്ച് കോൺട്രാക്ടേഴ്സിനെ ഉൾപ്പെടുത്തി എൻ്റെ സ്വദേശം പോഞ്ഞാശ്ശേരിയാണ്. ആ പോഞ്ഞാശ്ശേരിയിൽ ഏകദേശം 100ഓളം ഹിന്ദിക്കാരെ രാവിലെ തന്നെ ജോലിക്ക് വരും. അവര് ഈ ചോദിക്കുന്ന 1200ഉം 1300 ഒരു അറുതി വരുത്താൻ വേണ്ടിയാണ് നമ്മൾ പോഞ്ഞാശ്ശേരിയിൽ ഒതുങ്ങുന്ന രീതിയിൽ ഫസ്റ്റ് ഒരു വാട്സപ്പ് ഗ്രൂപ്പ് ഉണ്ടാക്കുന്നത്. അത് ക്രിയേറ്റ് ചെയ്തത് ഞാനാണ്. അതിനുശേഷം അതിന്റെ പിറ്റേ ദിവസം അത് 100ൽ കവിഞ്ഞു. ഇന്നത് 270ൽ കവിഞ്ഞു നിൽക്കുകയാണ്. നമ്മൾ ഒട്ടനവധി പ്രതിസന്ധികളിലൂടെയാണ് കടന്നു പോകുന്നത്. കഴിഞ്ഞ ഞായറാഴ്ചത്തെ മീറ്റിംഗിന് ശേഷം അന്ന് നമ്മളെടുത്ത തീരുമാനങ്ങൾക്ക് അനുസൃതമായി നമ്മൾ പെരുമ്പാവൂർ MLA നേരിട്ട് കാണുകയും അതേപോലെ തന്നെ പെരുമ്പാവൂർ സർക്കിൾ ഇൻസ്പെക്ടറെ നേരിട്ട് കാണുകയും ലേബർ ഓഫീസറെ നേരിട്ട് കാണുകയും പെരുമ്പാവൂരിലെ ചെയർപേഴ്സണെ കാണുകയും വിവിധ ഗ്രാമപഞ്ചായത്തുകളിലെ ജനപ്രതിനിധികളെ നേരിട്ട് കാണുകയും നമ്മൾ നമ്മുടെ ലെറ്റർ പേഡിൽ ഒരു നിവേദനം സമർപ്പിക്കുകയുണ്ടായി. അവരുടെ എല്ലാ ഭാഗത്തു നിന്ന് നമുക്ക് ലഭിച്ചത്
ഈ അസോസിയേഷൻ നേരത്തെ പെരുമ്പാവൂരിൽ വേണമായിരുന്നു, നമ്മൾ വൈകിപ്പോയി എന്നാണ് പറയുന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ അനൗൺസ് ചെയ്തത് മെയ്സണ് 1100 രൂപയാണ്, ഹെൽപ്പർക്ക് 900 രൂപയും, വാർക്കവാഴ അന്ന് കോൺക്രീറ്റിന് വരുന്ന ആളുകൾക്ക് 900 പ്ലസ് ഫുഡുമാണ്. അവർ ലൈനിൽ പണിക്ക് പോകുന്ന ആളുകളാണ്. അത്തരം ആളുകൾക്ക് നമ്മൾ ഒരു ദിവസം 1200 കൊടുത്തു കഴിഞ്ഞാൽ ഈ ക്യാൻസർ എന്ന മാരക രോഗം നമ്മുടെ കമ്പനിക്കകത്തുള്ള പണിക്കാരിലേക്കും വ്യാപിക്കും. നമ്മൾ അവർക്കും ഈ 1200 കൊടുക്കാൻ ബാധ്യസ്ഥനാകും. അപ്പൊ അത്തരം കാര്യങ്ങളിലൊക്കെ നമ്മളുടെ ശ്രദ്ധ ചെലുത്തണം. മറ്റൊരു കാര്യം, നമ്മുടെ ഈ അസോസിയേഷന് നിർബന്ധമായും കോൺട്രാക്ടർമാർക്ക് അസോസിയേഷന്റെ അംഗത്വ കാർഡ് നമ്മൾ ഏർപ്പെടുത്തും. എല്ലാവർക്കും അംഗത്വ കാർഡുകൾ ഉണ്ടാകും. ഈ മീറ്റിങ്ങോട് കൂടെ തന്നെ നമ്മുടെ അസോസിയേഷനിൽ 500 രൂപ അടച്ച് അംഗത്വം എടുത്ത ആളുകളുടെ പ്രശ്നങ്ങളിൽ മാത്രമാണ് അസോസിയേഷൻ ഇടപെടുകയുള്ളൂ. കാരണം 270 പേരുണ്ട്, രജിസ്ട്രേഷൻ നടന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പൊ ഏകദേശം 100 ചില്ലാൻ ആളുകൾ ഏകദേശം രജിസ്ട്രേഷൻ എടുത്തിട്ടുണ്ട്. നമ്മളത് കൃത്യമായ രീതിയിൽ അത് കോർഡിനേഷൻ ചെയ്യും. അത്തരം ആളുകളുടെ പ്രശ്നങ്ങളിൽ നമുക്ക് വരും ദിവസങ്ങളിൽ എക്സിക്യൂട്ടീവ് കമ്മിറ്റിയുടെ തീരുമാനപ്രകാരം നമുക്ക് പങ്കെടുക്കാൻ കഴിയുള്ളൂ. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം നമ്മുടെ പെരുമ്പാവൂർ മേഖലകളിൽ തന്നെ 2-3 സുഹൃത്തുക്കളുടെ സൈറ്റുകളിൽ ഈ ഹിന്ദിക്കാര് 1200 രൂപ കൊടുത്താലേ അവര് കോൺക്രീറ്റ് ചെയ്ത് കൊടുക്കുള്ളൂ. ആ കോൺക്രീറ്റ് തീരുന്ന സമയത്ത് നമ്മുടെ ഊർജ്ജസ്വലരായ എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗങ്ങൾ ആ സൈറ്റിൽ സന്ദർശിക്കുകയും വളരെ സമാധാനപരമായി ആ കോൺട്രാക്ടറോടും ആ പണിയുന്ന ഹിന്ദിക്കാരോടും നമ്മൾ പറഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് 1000 രൂപ കൊടുത്ത് പ്രശ്നം അവസാനിപ്പിച്ചു. അപ്പൊ നിങ്ങളുടെയൊക്കെ സൈറ്റുകളിൽ കോൺക്രീറ്റ് ഒക്കെ നടക്കുമ്പോൾ ഗത്യന്തരമില്ലാതെ വരുമ്പോൾ നമ്മൾ 1200 വിളിക്കേണ്ടി വരും. അത് നമ്മൾ രാവിലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ സെക്രട്ടറി, പ്രസിഡന്റ്, ട്രഷറർ അവരുടെയൊക്കെ ഫോൺ നമ്പറുകൾ എപ്പോഴും ഗ്രൂപ്പുകളിൽ ഓടിപ്പാഞ്ഞടപ്പുണ്ട്. അവരെ റിപ്പോർട്ട് ചെയ്യുക. കാരണം ഗ്രൂപ്പിൽ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴും ഗ്രൂപ്പ് ശ്രദ്ധിക്കണമെന്നില്ല. ഗ്രൂപ്പ് ശ്രദ്ധിക്കും, വോയിസുകളുടെ ഇടയിലായുമ്പോൾ ശ്രദ്ധിക്കില്ല. 3 മണിക്ക് നമ്മൾ എത്തേണ്ട പരിപാടിക്ക് 2:30 പറഞ്ഞു കഴിഞ്ഞാൽ ഒരിക്കലും വരാൻ പറ്റില്ല. രാവിലെ റിപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എക്സിക്യൂട്ടീവ് കമ്മിറ്റിപ്പെട്ട ആളുകൾ അവിടെ വരും, ആ പ്രശ്നത്തിന് പരിഹാരം കാണും. അതേപോലെ തന്നെ നമ്മളുടെ കൂടെ ജോലി ചെയ്യുന്ന അതിഥി തൊഴിലാളികളെ ഞാൻ 50 രൂപ കൂട്ടി തരാം, എന്റെ സൈറ്റിലോട്ട് പോവാം, അങ്ങനെയൊക്കെ പറഞ്ഞ് കൂട്ടമായിട്ട് വിളിച്ചുകൊണ്ട് പോകുന്ന പ്രവണത നമ്മളിൽ ഉണ്ടാകരുത്. അത്തരത്തിലുള്ള പ്രവണതകൾ കാരണം കൂടാതെ ആണെങ്കിൽ തീർച്ചയായിട്ടും അതിൽ അസോസിയേഷൻ ഇടപെടും. അതേപോലെ തന്നെ ഞാനൊരു ഒരാളാണ്. പൊന്നാശ്ശേരിയിലെല്ലാം അതിഥി തൊഴിലാളികളൊക്കെ എൻ്റെ അടുത്ത് വന്നിട്ട് പറയാറുണ്ട്, ഞാൻ പണിതു, എനിക്ക് ഇത്ര പൈസ തരാനുണ്ട്. മാന്യമായ വിഷയങ്ങളാണെങ്കിൽ അത്തരം കേസുകളിലും നമ്മൾ അവരുടെ പ്രശ്നങ്ങളിലും നമ്മൾ ഇടപെടും. ആരും അവർക്ക് പൈസ കൊടുക്കാത്ത ഒരാളെ പോലെ ആയിരിക്കില്ല എല്ലാവരും. പൈസ കൊടുക്കാത്തൊരു പ്രവണത നമ്മുടെ ഭാഗത്തുനിന്നും ഉണ്ടാകരുത്. അതേപോലെ തന്നെ നമ്മൾക്ക് വർക്കുമായി ബന്ധപ്പെട്ട ചില സംശയങ്ങൾ ഉണ്ടാകും. അതല്ലെങ്കിൽ അന്യായമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചില വീട്ടുകാർക്ക് ഒരു പ്രശ്നം ഉണ്ടാകും. 400 രൂപക്കും 380 രൂപക്കൊക്കെ വർക്ക് എടുത്തിട്ട് ഇവൻ ഈ പൈസ ഇങ്ങനെ എണ്ണി കൊടുക്കുന്ന സമയത്ത് ഇവന്റെ മനസ്സിൽ തോന്നും, ഇത് ഇവന് ഭയങ്കര ലാഭമായി, കിട്ടുന്നതൊക്കെ ഇവൻ വീട്ടിലോട്ട് കൊണ്ടുപോകണേ തോന്നും. നമുക്കെല്ലാം അറിയാവുള്ളൂ, ശനിയാഴ്ച കണക്കൂട്ടി കഴിയുമ്പോൾ നമുക്ക് ഫിക്സ് 0 എല്ലാം പണിക്കാർക്ക് വീതിച്ചു കൊടുക്കേണ്ട കാശായിരിക്കും. അവസാനം നമുക്കുള്ള പൈസ ആയിരിക്കും 10,000-50,000 രൂപ, 40,000 60,000 രൂപ ഉണ്ടാവും. അവൻ അതിൽ നിന്നും വെട്ടിക്കുറച്ച് അടുത്ത ആഴ്ച കാണാന്ന് പറയും. അടുത്ത ആഴ്ച ചെല്ലുമ്പോൾ അവൻ ചൂണ്ടിക്കാണിക്കും, ഈ ടീം കുറച്ചുകൂടെ തള്ളിയിട്ടുണ്ട്, അല്ലെങ്കിൽ അങ്ങോട്ട് പോയിട്ടുണ്ട്, ഇങ്ങോട്ട് പോയിട്ടുണ്ട്, പിന്നെ ആ പൈസ അവിടെ പോകുന്നത്. എല്ലാ കാര്യങ്ങളും ഇവിടെ എല്ലാവരും പറഞ്ഞതാണ്. സെക്രട്ടറി, പ്രസിഡന്റ് കാര്യങ്ങളെ പറ്റിയൊക്കെ വിശദമായി പറഞ്ഞിട്ടുണ്ട്. പ്രത്യേകിച്ചൊന്നും എനിക്ക് പറയാറില്ല. എന്നാലും എന്താ പറയാ, നമ്മളെല്ലാവരും ഒത്തുചേർന്ന ഒരു ഒത്തുപിടിച്ചാൽ എല്ലാം നമുക്ക് നേടാൻ പറ്റും എന്നുള്ളതിന്റെ ഒരു തെളിവാണ്. ആശംസ അർപ്പിക്കുന്നതിന് വേണ്ടി ശ്രീ ഫരീദ് വലിയാർ
ഏറ്റവും ബഹുമാനാദരവുള്ള ലോകാധ്യക്ഷൻ, വേദിയിലും സദസ്സിലുമുള്ള പ്രിയപ്പെട്ട സഹോദരൻ, ഒട്ടേറെ കാര്യങ്ങൾ വിശദീകരിക്കാൻ പക്ഷേ വളരെ സമയം ബലപ്പെട്ടാണെന്ന് അറിയാവുന്നതുകൊണ്ട് അതിനൊന്നും പോകുന്നില്ല. 3 മാസമായി ഞാനും എൻ്റെ തൊഴിൽ നിർത്തിവെച്ചിട്ട്, കാരണം ഇവർ പറയുന്ന പൈസ കൊടുക്കുന്നതിന് ബുദ്ധിമുട്ടുള്ള ഞാൻ ഒരാളങ്ങനെ ചെയ്യുമ്പോൾ അത് മറ്റുള്ള കോൺട്രാക്ടർമാർ കൂടി ബാധിക്കും എന്നുള്ളതുകൊണ്ടാണ്. എല്ലാവരും വലിയ കോൺട്രാക്ടർമാരല്ല. ഞാനൊന്നും ചിന്തിച്ചില്ല. ഞാനിപ്പോൾ 400 കോൺട്രാക്ട് എടുക്കുന്നു, മുമ്പെടുത്തതും അതുപോലെ ഞാൻ കുറച്ചൊക്കെ എടുക്കുന്നു. നമ്മുടെ പെരുമ്പാവൂർ മേഖലയിൽ കരിങ്കൽ പണിക്കാർക്ക് 1809 രൂപയും 100 രൂപ സാപ്പാടും 1950 രൂപ. അവരുടെ കൂടെ കീഴിൽ ലേബറായിട്ട് പോകുന്നവർക്ക് 1300 രൂപ. നമ്മുടെ മേസ്തിരിമാർക്ക് ഇപ്പോൾ 1100 രൂപയും 900 ഇവിടെ പറഞ്ഞിരിക്കുന്നത്. ഈ കരിങ്കലിന്റെ പണിക്കാർ ചെയ്യുന്ന റേറ്റ് മേസൺ ബ്രേക്ക് ലെയർ ഫസ്റ്റ് ക്ലാസ് ഗവൺമെന്റ് പ്രൈസിൽ നിശ്ചയിച്ച് ചെയ്യുന്ന റേറ്റ് 784 രൂപയാണ്. ഗവൺമെന്റ് നിശ്ചയിച്ചിരിക്കുന്ന പ്രൈസിലെ ലിസ്റ്റാണ് 784 രൂപ. കഴിഞ്ഞ ദിവസം ലേബർ ഓഫീസർമാരായിട്ട് നമ്മൾ കോണ്ടാക്ട് ചെയ്തപ്പോൾ 935 രൂപയാണ് മേശനിക്കുള്ള കൂലി, 845 രൂപയാണ് ഹെൽപ്പറുടെ കൂലി. ഗവൺമെന്റ് കൂലിയാണ്. അപ്പൊ വഴിയിൽ നിന്നിട്ട് 2000-2500 പറഞ്ഞാൽ അവർക്ക് ടാക്സ് കൊടുക്കണ്ട. വിളിക്കുന്ന നമ്മൾ ഓരോരുത്തരും തീരുമാനിക്കണം. കോൺട്രാക്ടാണ്, മാത്രമല്ല പ്രൈവറ്റ് വർക്കുകൾ അത്യാവശ്യം ചെയ്യുന്നുണ്ട്. എന്താ പ്രശ്നം എന്ന് വെച്ചപ്പോൾ നിലവിൽ നമ്മുടെ കൂടെ നിൽക്കുന്ന പണിക്കാർ അത് വലിയ പ്രശ്നം തന്നെയാണ്. അവരിപ്പോൾ ഈ ഇലക്ഷൻ നാട്ടിൽ പോയിട്ട് വന്നിട്ട് 1300 കമ്പൽസറി മെയിൻറ്റനൻസ്, 1200 സെക്കൻഡ് മേസ്തിരി, 1000 രൂപ, അത് 1100 രൂപ ഹെൽപ്പർ. അവരത് തന്നാലേ ഇറങ്ങുമ്പോൾ കമ്പൽസറി ആയിക്കാണ്. അതായത് സൈറ്റ് സ്റ്റാർട്ട് ചെയ്ത് നിർത്തി വെച്ചേക്കാറുണ്ട്. വീണ്ടും റീസ്റ്റാർട്ട് ചെയ്തപ്പോൾ തൽക്കാലം കൊടുക്കാതെ എല്ലാ രക്ഷയും രണ്ടായി പോയി കൊടുത്തുപോയി. ഇപ്പൊ പുതിയ വന്നേക്കണം പഠിക്കാൻ പറയുന്നത് അവർക്ക് വേണം അതേ റേറ്റ് തന്നെ. അപ്പൊ അത് ഞാൻ ഒരു സൈറ്റിൽ നിർത്തി വെച്ചേക്കാണ്. ഞാൻ ഈ വർക്കൊക്കെ ആയിരുന്നു, അത് ഞാൻ ഇപ്പോൾ നിർത്തി പ്രൈവറ്റ് അടിക്കുകയാണ്. അപ്പൊ വേറെ പറഞ്ഞ സ്ഥിതി പറഞ്ഞു, നമ്മളിപ്പോ പണിയെടുക്കുമ്പോൾ നേരത്തെ പറഞ്ഞ പോലെ ഞാനൊരു റേഞ്ചിൽ 400 പണിയെടുക്കും. തറവണി കഴിയുമ്പോൾ നമ്മുടെ കോൺട്രാക്ട് തന്നെ അത് കുറച്ചെടുക്കാതെ പറയുമ്പോഴേക്ക് അവർ ആ പണി ഒഴിവാക്കിയിട്ട് വേറെ കോൺട്രാക്ടർമാർ ചെയ്യുന്നതാണ്. ഞാൻ ചെമ്പരയ്ക്ക് ഭാഗത്തുനിന്നാണ്. ഞാൻ ഇന്ന് നമ്മുടെ സുഹൃത്ത് സലാം പറഞ്ഞറിഞ്ഞാണ് ഞാൻ ഇവിടെ എത്തിയത്. മിതമായ കൂലി അവർ ചോദിക്കാണ്. നമ്മളുമായി ഉണ്ടാക്കിയ കരാർ പ്രകാരം ഇത്രയും രൂപ കൊടുത്ത് ഇവരെ കൊണ്ട് പണിയിച്ചാൽ എനിക്ക് നഷ്ടം വരും, അതുകൊണ്ട് തൽക്കാലം ഈ പണി തുടരാൻ നിവൃത്തിയില്ല, റീസണബിൾ ആയിട്ടുള്ള പണിക്കാരെ നമുക്ക് കിട്ടുമ്പോൾ ഞാൻ അവരെ കൊണ്ട് പഠിക്കണം എന്ന് പറഞ്ഞാൽ ഇവിടെ ആകാശമൊന്നും ജീവിക്കില്ല. ലൈനിൽ നിൽക്കുന്ന ഭായിമാര് അതിഥി തൊഴിലാളികൾ 1200-1400 കൂലി ചോദിച്ചപ്പോൾ നമുക്ക് വരാനിരുന്ന നമ്മുടെ പണിക്കാര്, നാട്ടിൽ പോയിരിക്കുന്ന പണിക്കാര്, ഇവര് അങ്ങോട്ട് വിളിച്ചു പറഞ്ഞു നമ്മളുടെ ഇപ്പൊ പെരുമ്പാവൂർ മേഖലയിൽ 1200 കൂലിയുണ്ട്. അതുപോലെ അപ്പൊ ഓപ്പറേഷൻ തൂഫാൻ എന്ന നിലയിൽ വന്നിരിക്കുന്ന ആ ഒരു വിജയവും പെരുമ്പാവൂർ മേഖലയിലുള്ള മുഴുവൻ മയക്കുമരുന്ന് ലോബികളെയും കണ്ടെത്തുന്ന രീതിയിലോട്ട് വന്നപ്പോൾ അന്യ സംസ്ഥാന തൊഴിലാളികൾ ഒട്ടുമിക്കതും മയക്കുമരുന്നിന് വിൽപ്പനക്കാരായിരുന്നു. അവരെല്ലാവരും പെരുമ്പാവൂരിൽ നിന്ന് മാറി നിൽക്കുന്ന ഒരവസ്ഥയിലോട്ട് എത്തപ്പെട്ടു. നല്ല കൂടം മേടിച്ച് കല്ല് പൊട്ടിയതിന് 100 കൂടുതൽ കൊടുക്കുമായിരുന്നു. ആ ഒരു ലെവലായിരുന്നു നമ്മളിവിടെ കൊടുത്തുകൊണ്ടിരുന്നത്. ഇപ്പോഴാണ് ഈ 2000-2200 ചോദിക്കുന്നത്. അതായത് നമ്മളെ എങ്ങനെ വെച്ചാൽ ഇപ്പൊ ഉടമ്പടി കൊടുക്കാന്ന് പറഞ്ഞാലേ, ഉടമ്പടി കൊടുക്കാന്ന് പറയുമ്പോൾ നമ്മള് ഇപ്പൊ നിലവിൽ ഇപ്പൊ ഒരു 20 പലർക്കും പല ഡൗട്ടുകൾ ഇതിനകത്തുണ്ടാവും. അപ്പൊ നമ്മൾ വോയിസായിട്ടും ബന്ധപ്പെട്ടാൽ അതിന്റെ കാര്യങ്ങൾക്ക് ഈ എക്സ്പീരിയൻസ് ഉണ്ടല്ലോ, പലർക്കും അത് പറയാൻ ബുദ്ധിമുട്ട്, അങ്ങനെയുള്ള കാര്യങ്ങളുണ്ട്. ഒരു വോയിസ് ഇടുകയാണെങ്കിൽ അതിന് ചെയ്യാവുന്ന രീതിയിലുള്ള സഹകരണം കേട്ടോ. ചെലവഴിച്ച പ്രവർത്തനങ്ങൾ, അതായത് ഒരു സംഘടനയുടെ ശക്തി എന്ന് പറഞ്ഞ PhD പ്രസിഡന്റ് സെക്രട്ടറി പ്രശ്നമാണ് ശക്തം. അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന എക്സിക്യൂട്ടീവ് കമ്മിറ്റി ഈ ചുരുങ്ങിയ ഈ വിരലിൽ 4 ദിവസം കൊണ്ട് തന്നെ നമ്മൾ കൂടുതലും അതിന്റെ ഇപ്പോ നമ്മൾ പറഞ്ഞ് നമ്മളെല്ലാവരും കോൺട്രാക്ടർമാരെയും വർക്ക് എടുത്തെങ്കിലും മുമ്പോട്ട് പോകാതെ നമുക്ക് തുടർന്ന് പഠിക്കാനും പുതിയ സംവിധാനങ്ങൾ എന്തൊക്കെ വരുന്നു, നിർമ്മിത പുതിയ AI ടെക്നോളജി നമുക്ക് ചെറിയ ചെറിയ കാര്യങ്ങൾ ഉപയോഗിക്കാം. അതേപോലെ നമ്മുടെ ഈ പറയുന്ന ഇങ്ങനെയുള്ള മീറ്റിങ്ങുകളൊക്കെ സിമന്റ് കമ്പി അതേപോലെ കമ്പനികൾക്ക് അവരെ കൊണ്ട് സ്പോൺസർ ചെയ്യാം. അപ്പൊ സ്പോൺസർ ചെയ്യുമ്പോൾ അവർ കറക്റ്റായ എമൗണ്ട് മാത്രമല്ല, നമുക്കിപ്പോ ഗോൾഡിനൊരു 2000-3000 ചെലവ് വരുന്നത് ചിലപ്പോൾ അവര് സ്പോൺസർ ചെയ്യുന്ന 20,000-25,000 രൂപയായിരിക്കും. ബാക്കി എമൗണ്ട് നമുക്ക് ചാരിറ്റി പ്രവർത്തനങ്ങൾക്ക് ബാക്കി ആവശ്യങ്ങൾ 1350 രൂപ 1400 പൈസ ഉണ്ടായിരുന്നു.
ഞാൻ പൊതുവെ ഈ ടൗണിൽ ഒന്ന് ഹെൽപ്പർമാരെ വിളിക്കുന്ന ശീലമില്ല. ഇന്നലെ നമ്മുടെ കൂടെ നിൽക്കുന്ന പണിക്കാരാണ് വിളിച്ചത്. ഈ കരിങ്കല്ല് പണിക്കാരെ കൊണ്ടിരുന്ന പണിക്കാരാണ് കിട്ടാത്ത ഒരു ചേട്ടാ 1300 അവർ കൂലി വയ്ക്കുന്നത്. നമ്മളത് വിളിക്കില്ല. ആഴ്ചയായിട്ടുള്ളൂ ഈ രൂപീകരിച്ചിട്ട് അസോസിയേഷൻ രൂപീകരിച്ചിട്ട് ആ ഒരാഴ്ച കൊണ്ട് നമുക്ക് പലവിധ മാറ്റങ്ങളും കാണുവാൻ സാധിച്ചു. ഇപ്പോ 1200 രൂപയ്ക്ക് വന്ന ഭാര്യമാര് നമ്മള് ഇപ്പൊ ഇന്ന് തന്നെ ഞാൻ വിളിച്ചപ്പോൾ 900 രൂപയ്ക്ക് വരാൻ സമ്മതിച്ചു. അതുകൊണ്ട് തന്നെ ഒരുപാട് മാറ്റങ്ങൾ നമുക്ക് ഇതുകൊണ്ട് സാധിക്കും. അതുകൊണ്ട് എല്ലാവരും ഒത്തൊരുമിച്ച് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് നമുക്ക് മുന്നേറാം. ബാക്കി എല്ലാ കാര്യങ്ങളും നേരത്തെ ഉള്ളവർ സംസാരിച്ചു. നിങ്ങൾക്ക്